മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി വേഴ്സസ് ഇന്റർ കേരള മത്സരമാണ് നിങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കുന്നത്. ഈ മത്സരത്തിന്റെ തത്സമയ കളി വിവരണവുമായി ഞാൻ സി അഭിലാഷ്. കേരള പ്രീമിയർ ലീഗ് 2024-2025 സീസണിലെ മാച്ച് നമ്പർ 38 കൺവെർട്ട് ചെയ്ത് ഗോളാക്കാൻ സാധിക്കാതെ പോകുന്നത്. എങ്കിലും ഗോളുകൾ വരട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. എൻ്റെ ഒരു കർവിംഗ് കോർണർ കിക്കാണ് ഇത്തവണ മനോജിലേക്ക്. ഗോൾ നമ്പർ 1 മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഒരു മികച്ച ഗോൾ കണ്ടെത്തിക്കൊണ്ട് സഫ്നാദ് മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിയെ മുന്നിലെത്തിച്ചിരിക്കുകയാണ് മത്സരത്തിന്റെ 20ാമത്തെ മിനിറ്റിൽ. നോക്കുക, കർവിംഗ് കോർണർ കിക്കാണ്. അവിടെ മനോജിന്റെ ഒരു ഇടപെടലുണ്ട്. മനോജിൽ നിന്നുമാണ് സഫ്നാദിലേക്ക് വഴിതിരിപ്പിക്കാൻ സാധിച്ചു. സാവിയോ ഒരു ഗോൾ കണ്ടെത്തിയിരുന്നു. സാവിയാണ് ഇന്റർ കേരള എഫ്സിക്ക് വേണ്ടി ആദ്യത്തെ ഗോൾ കണ്ടെത്തിയത്. മടങ്ങി വരാം. നല്ലൊരു മുന്നേറ്റമാണ് അവിടെ മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് സഫ്നാദ് ഗോൾ നമ്പർ 2 മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി ഇരട്ട ഗോൾ നേടിക്കൊണ്ട് സഫ്നാദ് കളിയിലെ താരമാകാൻ പോവുകയാണ്. നല്ലൊരു എക്സിക്യൂഷൻ ആണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിയുടെ നിഷാമാണ് വലത് വിങ്ങിൽ കൂടി നല്ലൊരു പാസ് അവിടെ നൽകിയത്. അത് കൃത്യമായി വലയിലേക്ക് എത്തിച്ചുകൊണ്ട് രണ്ടാമത്തെ ഗോൾ കൂടെ നേടിയിരിക്കുകയാണ് മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി. മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിക്ക് വേണ്ടി ജേഴ്സി അണിഞ്ഞ് കളിക്കുകയാണ് മനോജ് സഫ്നാദും. 43ാമത്തെ മിനിറ്റിലേക്കാണ് കിടക്കുന്നത്. നല്ലൊരു ബോളാണ് സൽമാൻ ഫാരിസിലേക്ക്. സൽമാന്റെ ഒരു ഷോട്ട്. ഗോൾ നമ്പർ 1 ഇന്റർ കേരള എഫ്സി. സൽമാൻ ഫാരിസിലൂടെ ബ്യൂട്ടിഫുൾ ഗോൾ. നോക്കുക, ആ ഒരു എക്സിക്യൂഷൻ ആണ് നിതിൻ വിൽസന്റെ. നല്ലൊരു എക്സിക്യൂഷൻ ആണ് സൽമാൻ ഫാരിസിന് ആ ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നതും. നോക്കുക, എത്ര ഡിഫൻഡർ ആണ്, ഒരേ ഒരു ഡിഫൻഡർ മാത്രമേ ആ ഒരു സമയത്തുള്ളൂ. കൃത്യമായി തന്നെ ഗോൾ കീപ്പറുടെ ഇടത് ഭാഗത്തേക്ക് നിറവൊഴിച്ചുകൊണ്ട് ആദ്യത്തെ ഗോൾ കണ്ടെത്തുകയാണ് ഇന്റർ കേരള എഫ്സി. മത്സരത്തിന്റെ 43ാമത്തെ ഒന്നാം പകുതിയുടെ വിസിൽ വന്നിരിക്കുകയാണ്. 1-2 ഗോളുകൾക്ക് മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി ലീഡ് തുടരുകയാണ് ഈ മത്സരത്തിൽ. ആൻഡ് ഹാഫ് ടൈം സ്കോർ മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി 2 ഇന്റർ കേരള എഫ്സി 1. ലോങ് ത്രോയ്ക്ക് പേരുകേട്ട താരം കൂടിയാണ്. പെനാൽറ്റി ഏരിയക്കുള്ളിൽ മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിയുടെ താരങ്ങളൊക്കെ ചേർന്നുകൊണ്ട് ആൻഡ് ഒരു മൈനസ്. ഗോൾ നമ്പർ 3 മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി. ജേഴ്സി നമ്പർ 7 അജയ് കൃഷ്ണനിലൂടെയാണ് 3ാമത്തെ ഗോൾ നേടുന്നതും മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി. നല്ല എക്സിക്യൂഷൻ ആണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു മൈനസ് പാസ് നൽകുന്നു. അതിലൂടെ ഗോൾ കീപ്പറുടെ ഇടത് ഭാഗത്തേക്ക് നിറവൊഴിച്ചുകൊണ്ട് 3ാമത്തെ ഗോൾ കൂടെ നേടിയിരിക്കുകയാണ്. ഏറ്റവും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ജിതിൻ്റെ ആൻഡ് സൽമാൻ ഫാരിസിലേക്ക്. വീണ്ടും മൈതാനത്തിന്റെ മധ്യഭാഗത്ത് നിന്നും അഷറിലേക്ക്. അഷർ ആൻഡ് ഗോൾ നമ്പർ 4 അഷർ നേടുന്നു 4ാമത്തെ ഗോൾ മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിക്ക് വേണ്ടി. മത്സരത്തിന്റെ 89ാമത്തെ മിനിറ്റിൽ 4 ഗോളുകൾ കൺസീഡ് ചെയ്യുന്നു ഇന്റർ കേരള എഫ്സി മത്സരത്തിൽ. അപ്പോഴേക്കും റഫറിയുടെ ഫൈനൽ വിസിൽ വന്നിരിക്കുന്നു. 1-4 ഗോളുകൾക്ക് മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി ഈ മത്സരം വിജയിച്ചിരിക്കുകയാണ്. മത്സരത്തിന്റെ ഫൈനൽ സ്കോർ മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി 4 ഇന്റർ കേരള എഫ്സി 1.